Hi friends, welcome back to my channel. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കാർഡ് നമ്പർ 1, ഇത് കാർഡ് നമ്പർ 2, ഒരു കാർഡും കൂടി എടുക്കാം. ഓക്കെ, ഇത് കാർഡ് നമ്പർ 3. അപ്പോൾ കാർഡ് നമ്പർ 1ന് ഞാൻ വയ്ക്കുന്നത് ഈ ഒരു ഇയർ റിംഗ് ആണ്. കാർഡ് നമ്പർ 2ന് ഞാൻ വയ്ക്കുന്ന ഈ ഒരു ഇയർ റിംഗ് ആണ്. കാർഡ് നമ്പർ 3ക്ക് ഞാൻ വയ്ക്കുന്ന ഈ ഒരു പൈറേറ്റിൻ്റെ ബ്രേസ്ലെറ്റാണ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ചൂസ് ചെയ്തോളുക. ഓക്കെ, ലോക സമസ്ത സുഖിനോ ഭവന്തു. പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാർഡ് നമ്പർ 1ൻ്റെ മെസ്സേജ് നോക്കാം. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ഒരു നെഗറ്റീവ് ഫീലോ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ മെഡിറ്റേഷൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്താലും നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവാറില്ല. അത് ഭാവിയിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് യോഗ ചെയ്യണത് വളരെ നല്ലതായിരിക്കും. ആ ഒരു നെഗറ്റീവ് ഫീലൊക്കെ മാറി ഒരു മനസ്സൊക്കെ ഒന്ന് ശാന്തമാവാൻ വേണ്ടി യോഗ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ്. പിന്നെ പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർഡ് നമ്പർ 2ൻ്റെത് എന്ന് പറയുമ്പോൾ ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ കാര്യം നടക്കാനേ സാധ്യതയില്ലെന്ന്. പക്ഷേ അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യമാണെങ്കിൽ അതും നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതായത് നടക്കും എന്നുള്ള വിശ്വാസത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അത് നടന്നു എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതൊരു ദിവസം അത് നടക്കും. സമയം എടുത്തേക്കാം, ഞാനും പറയുന്നില്ല ഇന്ന് വിചാരിച്ച് ഇന്ന് തന്നെ നടക്കുമെന്ന്. സമയം എടുത്തേക്കാം, പക്ഷേ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. അടുത്ത മൂന്നാമത്തത് കാർഡ് നമ്പർ 3 എടുത്തവർക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഷോ ദ വേൾഡ് ദ റിയൽ യു എന്നാണ്. അപ്പോൾ നിങ്ങളെ തന്നെ ഒരു ഷെല്ലിനകത്തോ അല്ലെങ്കിൽ ഒരു ഷെല്ലിനകത്ത് അടച്ചിട്ടതുപോലെ വയ്ക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്താണോ അത് തന്നെ നിങ്ങൾ പുറം ലോകത്തെയും കാണിക്കുക. നിങ്ങൾ നല്ല ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലോകം അംഗീകരിക്കും. നിങ്ങൾ മോശം എന്തെങ്കിലും നെഗറ്റീവ് ക്യാരക്ടർ നിങ്ങളിലുണ്ടെങ്കിൽ അതിനെ അങ്ങ് മാറ്റിയേക്കുക. അതിനെ മാറ്റാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ യോഗ ചെയ്താൽ മതി. ഒരു കുഴപ്പം ഉണ്ടാവില്ല. യോഗ ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് നാളെ തൊട്ട് യോഗ ചെയ്യുമ്പോഴത്തേക്ക് യൂട്യൂബ് നോക്കിയൊക്കെ ആവശ്യമില്ലാത്ത യോഗ ഒന്നും ചെയ്യരുത്. ഒരു ട്രെയിനറിൻ്റെ കീഴിൽ തന്നെ യോഗ പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.